അതല്ല പ്രചാരണ രംഗത്ത് തങ്ങൾക്ക് ലഭിച്ച പ്രാധാന്യമെന്ന പോലെ വോട്ട് സമാഹരിക്കുന്നതിലും BJP ഇരു മുന്നണികളെയും ഞെട്ടിക്കുമോ? ചർച്ചയിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ്. ചെങ്ങന്നൂരിൽ വിജയം തീരുമാനിക്കുക BJPയോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ചെങ്ങന്നൂരിൽ വിജയം തീരുമാനിക്കുക BJPയോ എന്നതാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും. പ്രധാനമായും 4 ചോദ്യങ്ങളിലൂന്നിയാണ് ഈ ചർച്ച മുന്നോട്ട് പോവുക. അതിൽ ഒന്നാമത്തേത് BJP വോട്ട് ചെങ്ങന്നൂരിൽ നിർണായകമോ എന്നതാണ്. രണ്ടാമത്തേത് CPM BJPയെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്. മൂന്നാമത്തേത് BJP വോട്ട് കോൺഗ്രസിന് വീഴുമോ എന്നതാണ്. അവസാനത്തേത് എങ്ങനെ ധ്രുവീകരിക്കപ്പെടും ചെങ്ങന്നൂരിൽ വോട്ട് എന്നതാണ്. ഈ 4 പോയിന്റുകളിലൂടെയാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോവുക. ആനന്ദപ്പെട്ട മാനന്ദൻ, ശ്രീ A. ഷുക്കൂർ, ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം ശ്രീ A. ഷുക്കൂർ, RSS നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം AK ആന്റണി നേരിട്ട് രഹസ്യധാരണയിലെത്തിയിട്ടുണ്ട് ചെങ്ങന്നൂരിൽ വിജയം ഉറപ്പാക്കാൻ എന്നാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. ഈ ഘട്ടത്തിൽ അങ്ങനെയൊരു സംഗതി ഉള്ളതുകൊണ്ട് അതിനെ മറച്ചുവെക്കാൻ വേണ്ടിയാണോ നിങ്ങൾ CPMനെതിരെ RSS ബന്ധം BJP അനുകൂല നിലപാടുണ്ട് എന്ന ആക്ഷേപം മുന്നോട്ട് വെക്കുന്നത്? ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ അല്ല, ആനത്തലവട്ടം ആനന്ദനല്ല, കോടിയേരി ബാലകൃഷ്ണനല്ല, ആര് പറഞ്ഞാലും യാഥാർത്ഥ്യം എന്താ? RSSനെതിരായി BJPക്കെതിരായി ശക്തമായി നിലപാടെടുത്ത് പോരാട്ടം നടത്തുന്ന ഇന്ത്യയിലെ ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പശ്ചിമ ബംഗാളിൽ അവർ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. BJPയും CPMുമായിട്ടുള്ള സഖ്യം നമ്മൾ കണ്ടതല്ലേ. ഇതിൻ്റെ ജാള്യതയായിരിക്കാം, അല്ലെങ്കിൽ അത് മറക്കാനായിരിക്കാം. എങ്ങനെ വളരെ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള നുണപ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഏതെല്ലാം തരത്തിൽ ജുഗുപ്സാവഹമായ പ്രവർത്തനങ്ങളും CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടല്ലോ. എല്ലാ കാലത്തും നമ്മളത് കാണുന്നതല്ലേ. ഇത് ആദ്യമല്ലല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതൊരു കുപ്രചരണങ്ങളെയും നുണപ്രചരണങ്ങളെയും ജനങ്ങൾ തള്ളിക്കളയും. അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ CPIക്ക് മറുപടി പറയട്ടെ, കോൺഗ്രസിന് മറുപടി പറയണ്ട. CPI ആണ് RSSന്റെ വോട്ട് ആവശ്യപ്പെട്ടത്, അല്ലാതെ കോൺഗ്രസ് അല്ല. കോൺഗ്രസിന് RSS ആണ് മുഖ്യ ശത്രു. ഇന്ത്യ രാജ്യം ഭരിക്കുന്നവരെല്ലാം ഇപ്പോൾ RSSകാരായി മാറിയിരിക്കുകയാണ്. ആ RSSുമായി അതിശക്തമായ പോരാട്ടത്തിന് മുന്നോട്ട് പോയിട്ടുള്ളതും ഇപ്പോൾ കൂടുതൽ ശക്തിയായി തയ്യാറെടുത്ത് നിൽക്കുന്നതുമായി ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ ആനന്ദവട്ടമാനന്ദൻ. കോൺഗ്രസിന് BJP വിരുദ്ധതയുണ്ട്. കർണാടകയിലടക്കം അത് കണ്ടതാണ്. BJPയെ തട്ടിമാറ്റി അവർ അധികാരം ഉറപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ആ അർത്ഥത്തിൽ, ആ സാഹചര്യത്തിൽ താങ്കളുടെ പാർട്ടി എന്തിനാണ് AK ആന്റണിയും കോൺഗ്രസും RSSന്റെ സഹായം തേടിയിരിക്കുന്നു, BJPയുടെ വോട്ട് അങ്ങോട്ടാണ് വരിക എന്ന വിമർശം മുന്നോട്ട് വെക്കുന്നത്? വരാനിരിക്കുന്നത് പരാജയമായിരിക്കും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള എന്തെങ്കിലും തന്ത്രമാണോ ഇത്? ശ്രീ ആനന്ദപ്പെട്ടമാനന്ദൻ, കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. നമ്മൾ കണ്ടത് ത്രിപുരയിൽ കോൺഗ്രസിന് 7 MLAമാരുണ്ടായിരുന്നു. ആ MLAമാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ കോൺഗ്രസിന് രാജിവെച്ച് BJP ചേർന്ന് BJPയുടെ കാൻഡിഡേറ്റായി. ആർക്കാണപ്പോൾ ഈ RSSനോട് BJPയോട് അലർജി ഉള്ളത്? കോൺഗ്രസിലെ അവരുമായിട്ട് ഇന്ന് BJPയുടെ നേതൃത്വത്തിലിരിക്കുന്ന 50% ആളുകൾ കോൺഗ്രസിന്റെ മുൻ MLAമാരോ മന്ത്രിമാരോ MP മാരോ ആയിരുന്നവരല്ലേ. കോൺഗ്രസും BJPയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ നയപരമായ കാര്യങ്ങളിൽ? ഏതിലെങ്കിലും എല്ലാ സാമ്പത്തിക നയത്തിൽ അവർക്ക് വലിയ വ്യത്യാസമുണ്ടോ? ഹിന്ദുത്വ പ്രീണന നയത്തിൽ വ്യത്യാസമുണ്ടോ? മറ്റൊരു പരസ്യമായി ഹിന്ദുത്വ പാർട്ടിയാണെന്ന് പറയുന്നത് ഇവർ രഹസ്യമായി ഞങ്ങളും ഹിന്ദുവാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. കർണാടകത്തിൽ 100 ക്ഷേത്രങ്ങളിൽ നരേന്ദ്രമോദി പോയി, 120 ക്ഷേത്രങ്ങളിൽ രാഹുൽ ഗാന്ധി പോയി. ഞങ്ങളും ഹിന്ദുവാണ്, ബ്രാഹ്മണ മേധാവിത്വമാണ് ഞങ്ങളുടെ നിന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അതല്ലാതെ എന്ത് വ്യത്യാസമാണുള്ളത്? പെട്രോളിന്റെ വില നിയന്ത്രണ അവകാശം
എണ്ണ മുതലാളിമാർക്ക് വിട്ടുകൊടുത്ത് മൻമോഹൻ സിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് ഡീസലിന്റെ കൂടി നിയന്ത്രണ അവകാശം ഗവൺമെന്റ് ഉണ്ടായിരുന്ന എണ്ണ മുതലാളിമാർക്ക് വിട്ടുകൊടുത്തു. രണ്ടും ഒപ്പമല്ലേ? സാമ്പത്തിക നയത്തിലായാലും കാർഷിക നയത്തിലായാലും തൊഴിൽ നയത്തിലായാലും എല്ലാ കാര്യങ്ങളിലും ഇവർ തമ്മിലൊരു വ്യത്യാസമില്ല. അത് ശരി തന്നെ. അത് ആ ഒരു ആക്ഷേപം താങ്കളുടെ പാർട്ടിക്ക് നേരത്തെ ഉള്ളതാണ്, കോൺഗ്രസിനെയും ബി ജെ പിയും സംബന്ധിച്ച്. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, പക്ഷേ ഇവിടെ ചെങ്ങന്നൂരിൽ ശ്രീധരൻപിള്ള 42,682 വോട്ട് ബി ജെ പിക്ക് വേണ്ടി സമാഹരിച്ച ശ്രീധരൻപിള്ള എന്നൊരു പ്രധാനപ്പെട്ട നേതാവ്, ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, മുൻ പ്രസിഡന്റ്, അവിടെ മത്സരിക്കുമ്പോൾ ബി ജെ പി ആകപ്പാടെ വോട്ടെടുത്ത് കോൺഗ്രസിന് കൊണ്ടുവന്ന് കൊടുക്കും എന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, 42,000 വോട്ട് കഴിഞ്ഞ തവണ ശ്രീധരൻപിള്ളയ്ക്ക് കിട്ടിയത് JDS BDJS കൂടെ ഉണ്ടായിരുന്നതിന്റെ ഫലമായിട്ടാണ്. ഇപ്പം BDJS അവരുടെ കൂടെ ഇല്ല. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് 6,000 വോട്ടേ BJPക്ക് അവിടെ കിട്ടിയുള്ളൂ. അതാണ് 42,000 ആയത്. ഇത്തവണ എങ്ങനെയാ 42,000 വോട്ട് കിട്ടുക? എവിടെന്നാ കിട്ടുക? കോൺഗ്രസ്സുകാർ അപ്പുറത്ത് വോട്ട് ചെയ്താലല്ലാതെ കിട്ടുമോ? കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്താൽ ചിലപ്പോൾ BJPയുടെ വോട്ടിന്റെ നിലവാരം കൂടും. ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് അപ്പുറത്ത് വോട്ട് ചെയ്യും. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി. നമ്മളെ കൂടി അവരുടെ പൊതുശത്രു CPM-ഉം ഇടതുപക്ഷ മുന്നണിയുമാണ്. അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചെങ്കിൽ മാത്രമേ ശ്രീധരൻപിള്ളയുടെ വോട്ട് കൂടൂ. അല്ലെങ്കിൽ ശ്രീധരൻപിള്ളയുടെ വോട്ട് ഇത്തവണ കുറയും, നന്നായി കുറയും. BDJS ഇല്ലാത്തതിന്റെ ഫലമായി UDF-ന്റെ വോട്ടും കുറയും. കഴിഞ്ഞ തവണ സിൻസിയറായി ആദ്യം മുതൽ മാണിയുടെ കോൺഗ്രസ് UDF-ന്റെ കൂടെയായിരുന്നു. ഇത്തവണ എന്താ സ്ഥിതി? ഇന്നലെയാണ് മാണി ഒരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മാണി കോൺഗ്രസിന്റെ ആളുകൾ നന്നായി ഇപ്പുറത്തെ ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ പ്രവർത്തനത്തിൽ മുഴുകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പഴയ 2016 തെരഞ്ഞെടുപ്പിൽ ഇവർക്കെല്ലാം കിട്ടിയ വോട്ട് ഇത്തവണ UDF-നും കിട്ടില്ല, അതുപോലെ തന്നെ BJPക്കും കിട്ടില്ല, രണ്ടാൾക്കും കിട്ടാനിടയില്ല. അതാണ് വിലയിരുത്തൽ. ഞാൻ തിരിച്ചു വരാൻ ശ്രീ A. ഷുക്കൂർ, അവിടെ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്താൽ മാത്രമേ BJPക്ക് വോട്ട് കൂടൂ. അത് അദ്ദേഹം രണ്ട് വർഷത്തെ 2 തെരഞ്ഞെടുപ്പുകളിലെ ശതമാനം വോട്ടെണ്ണം വെച്ച് പറയുന്നത് ശരിയാണ്. 42,682 വോട്ട് കിട്ടിയ കാലത്ത്, BJPക്ക് കിട്ടിയ കാലത്ത് കോൺഗ്രസിന്റെ വോട്ട് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. 10,000 വോട്ട് കുറഞ്ഞു പോയത് താങ്കൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്താൽ മാത്രമേ BJPക്ക് കൂടൂ. പക്ഷേ BJPക്കാർ എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ ആക്ഷേപിക്കുന്ന കാര്യമുണ്ട്. അതായത് നല്ല തോതിൽ RSS പ്രീണനം നടത്തുന്ന ഒരാളെയാണ് സ്ഥാനാർത്ഥിയായി തന്നെ വെച്ചുകൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ് RSS നേതൃത്വവും BJP നേതൃത്വവുമായി കോൺഗ്രസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നതാണ് ഇടതുപക്ഷം പരസ്യമായിട്ടും അല്ലാതെയും പറയുന്ന ആക്ഷേപം. അത് ഈ സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് തന്നെ ആ ആക്ഷേപം മുന്നോട്ട് വെക്കുകയും ചെയ്തു കോടിയേരി ബാലകൃഷ്ണൻ. ഇതാണോ വസ്തുത? അതായത് BJPയുടെ വോട്ട്, കഴിഞ്ഞ തവണ അങ്ങോട്ട് പോയ വോട്ട്, അതിൽ കൂടുതലായി ഇങ്ങോട്ട് വാങ്ങാം എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ RSSുമായിട്ട്, BJPയുമായിട്ട്? ഇല്ല, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഞങ്ങൾക്കൊരു അടവ് നയമുള്ള പാർട്ടിയല്ല. ഞങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേക നയസമീപനം ഇല്ല. ഞങ്ങൾക്ക് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഓരോ സംസ്ഥാനത്തും ഞങ്ങൾക്ക് അടവ് നയങ്ങളില്ല. ഞങ്ങൾക്കൊരു നയമേ ഉള്ളൂ. അത് ഞങ്ങളുടെ ദേശീയ നയമാണ്. അത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ്. മതേതര പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന നയസമീപനമാണ്. ഗീതാ ഗോപിനാഥിനെ പോലെ BJPയുടെ നയസമീപനങ്ങളോട് കൂറും ആഭിമുഖ്യമുള്ള ഒരു അത്തരം ധനകാര്യ വിദഗ്ധയെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉപദേശകയെ നിയമിച്ച ഒരു പാർട്ടിയും ഒരു ഭരണ സംവിധാനവുമാണ് CPM-ൻ്റെത്. അവർക്ക് ഇതിനകത്തൊന്നും ഒരു തരത്തിലുള്ള ഒരു നയസമീപനമില്ല ഇപ്പോൾ. അത് BJPയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പിണറായി വിജയൻ എന്ത് വിടുപണിയും ചെയ്യും, ഒരു തർക്കവുമില്ല. നമ്മളത് കാണുകയാണ്. പിണറായി വിജയൻ്റെ പാർട്ടി കർണാടകയിൽ വന്ന് കുമാരസ്വാമിയുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ വന്നു. അവരെടുത്ത ആ പാർട്ടിയുടെ നേതൃത്വം എടുത്തൊരു നിലപാടുണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടല്ലേ ഇവിടെ കോടിയേരി എടുക്കുന്നത്, ഇവിടെ പിണറായി എടുക്കുന്നത്, ഇവിടെ ആനന്ദം പറയുന്നത്. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. പലരും കൂറുമാറിപ്പോയിട്ടുണ്ട്, രാജിവെച്ചു പോയിട്ടുണ്ട്, അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ആ തിരിച്ചു വന്ന ആളുകളെ മന്ത്രിമാരാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. അതൊരു ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിലൊരു നയസമീപനം ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ
അതെല്ലാം ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിനെയൊക്കെ കുത്തിപ്പോക്കി അത് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്ന പതിവ് CPM-നുള്ളതാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലുമുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലെ യഥാർത്ഥ വസ്തുത ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ജനദ്രോഹ സംസ്ഥാന ഭരണത്തിൻ്റെ എതിരായുള്ള ഒരു വിധിയെഴുത്ത്, 4 വർഷക്കാലത്തെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായ ഒരു വിധിയെഴുത്ത്, അതുണ്ടാകാൻ പോകുമ്പോഴാണ് ജനങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ, അവരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ നീചമായ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. അതാണല്ലോ ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധമായുള്ള ഭരണം നയിക്കുന്നതെന്ന് അവർ പറയുന്ന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വോട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ചെങ്ങന്നൂരിൽ അവർ ആവശ്യപ്പെടുന്നത് അതിനെ ഏതോ നിലക്ക് നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വർഗീയ വിഭജനത്തിന് എന്നാണ് AK ആന്റണിയും മറ്റും അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ തരത്തിൽ മതപരമായിട്ട് വിഭജിച്ച് വിജയിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു എന്നല്ലാതെ അവർ പറയുന്നതാണ് കാര്യം എന്നാണ്. അതായത് ഈ സർക്കാരിന് എതിരായിട്ടുള്ള വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ എന്തെങ്കിലും BJP-യുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ധാരണയോ മറ്റോ ഉണ്ടാക്കുന്നേയില്ല, പക്ഷേ നിങ്ങൾ ഇതിനകത്ത് വിഭാഗീയത, വർഗീയത, മതപരമായിട്ട് വിഭജിക്കാനുള്ള ശ്രമം ഒക്കെ നടത്തുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. ആ ആരോപണം ഉന്നയിക്കുന്ന ശ്രീ A ഷുക്കൂർ മാത്രമല്ല, AK ആന്റണിയെ പോലെ ഏറ്റവും മുതിർന്ന നേതാവ് കൂടെയാണ്. AK ആന്റണിയും ഷുക്കൂറും എല്ലാം കോൺഗ്രസിന്റെ നയം വേണ്ടേ പറയാൻ? കോൺഗ്രസിന്റെ നയമെന്താ? ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന നയമാണോ? അല്ല, വലതുപക്ഷ നയമാണ് കോൺഗ്രസിന്റെ നയം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ വിചാരിച്ചാലേ BJP-യുടെ വോട്ട് കൂടുമെന്ന്. 2014 തെരഞ്ഞെടുപ്പ് നിയമത്തെ നമ്മൾ എന്താ കണ്ടത്? കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥിയെ, രാജഗോപാലിന് ജയിക്കാൻ സഹായമായ സ്ഥാനാർത്ഥിയല്ലേ നിർത്തിയത്? കോൺഗ്രസിനോട് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? സുരേന്ദ്രൻപിള്ളയെ കൊണ്ടൊരു ഘടകകക്ഷി എന്നും പറഞ്ഞ് നമ്മുടെ ഇന്ന് ചാടി അപ്പുറത്ത് പോയി ആളെ പിടിച്ച് നിർത്തി 13,000 വോട്ട് കിട്ടി. തൊട്ട് മുമ്പുള്ള 23,000-ൽ പരം വോട്ട് കിട്ടിയിരുന്ന കോൺഗ്രസിന് 13,000 വോട്ട് കിട്ടി. കോൺഗ്രസിന്റെ 10,000 വോട്ട് ആർക്ക് പോയി? രാജഗോപാലിന് പോയി. അപ്പൊ രാജഗോപാലിനെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി നിർത്തിക്കൊടുത്ത്. അത് തന്നെയാണ് ഇവിടെ ഇവരെടുക്കുന്ന സമീപനം. അതുകൊണ്ട് ഇവരാണ് BJP ജയിക്കാൻ സഹായകരമായ നിലപാടെടുക്കുന്നത്, ഞങ്ങളല്ല എടുക്കുന്നത്. ഭരണപരമായ 4 വർഷത്തെ കാലം BJP-യുടെ ആ ദുർഭരണത്തിനെതിരായി രാജ്യത്തെ ജനങ്ങൾക്ക് വികാരമുണ്ട്. ആ വികാരത്തിനെതിരായ വോട്ട് ജനങ്ങൾ രേഖപ്പെടുത്തും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളവരെ കോൺഗ്രസ് അവരെ സഹായിക്കാതിരുന്നാൽ മതി. അതാണ് ഈ ആന്റണി പറയുന്നതും എന്റെ സ്നേഹിതൻ ഷുക്കൂർ പറയുന്ന ഒരേ നയമാണ്. അവരുടെ മാർക്സിസ്റ്റ് വിരോധമാണ് അവരുടെ മനസ്സിലുള്ളത്. അതാണ് രാഷ്ട്രീയം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ A ഷുക്കൂർ, ഇവിടെ കോൺഗ്രസും നിന്ന് BJP-യിലേക്ക് വോട്ട് പോകുന്നുണ്ട്, ആ BJP വോട്ട് തിരിച്ചു തങ്ങൾക്ക് ലഭിക്കുമായിരിക്കും എന്ന കണക്ക് നിങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന ആക്ഷേപത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ വോട്ട് കണക്കുകൾ തെളിവായിട്ട് മുന്നിലുണ്ട്. ഈ പറയുന്ന പോലെ കഴിഞ്ഞ തവണ 20,259 വോട്ടുകളുടെ കുറവാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. 36,620 വോട്ടുകൾ ശ്രീധരൻപിള്ളക്ക് കൂടുതൽ കിട്ടുകയും ചെയ്തു. എന്ന് വെച്ചാൽ BJPക്ക് കൂടുതലായി കിട്ടിയ വോട്ടുകളെല്ലാം കോൺഗ്രസിന്റെ വോട്ടുകളാണ്. സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. കോൺഗ്രസിന്റെ ആ വോട്ടുകൾ കൂടുതലായിട്ട് തങ്ങൾക്ക് കിട്ടും എന്ന വിചാരമായിരിക്കണം കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് അവർ പറയുമ്പോൾ അത് പൂർണ്ണമായി വിശ്വസിക്കാനേ സാധിക്കുകയുള്ളൂ. CPM-ന്റെ വോട്ട് ഈ പറയുന്ന തോതിൽ വലിയ തോതിൽ കുറഞ്ഞതായി കാണുന്നില്ലല്ലോ ശ്രീ ഷുക്കൂർ. CPM-ന്റെ വോട്ടും BJP-ക്കും BDJS-നും കഴിഞ്ഞ തവണ പോയിട്ടുണ്ട്, കോൺഗ്രസിന്റെ വോട്ടും പോയിട്ടുണ്ട്. അതൊന്നും ആരെയും വളച്ചൊടിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കണ്ട. ചെങ്ങന്നൂർക്കാർക്ക് ആ സത്യം അറിയാം. പിന്നെ ആനത്തലവട്ടം ആനന്ദൻ വലിയ വിപ്ലവം പറയുന്നു. 19 സീറ്റുകളിൽ കർണാടകയിൽ മത്സരിച്ച് വീരചരമമടയുന്നത് പോലെ ധീരപരാജയമടഞ്ഞ് ആ പാർട്ടി ആരെയാണ് അവിടെ വിജയിപ്പിച്ചത്? CPM വിജയിച്ചോ? ഇല്ല. കോൺഗ്രസ് പരാജയപ്പെട്ടെടുത്തല്ല BJP-യാണ് വിജയിച്ചത്. അപ്പോൾ ആരെയാണ് കർണാടകയിൽ വിജയിപ്പിച്ചത്? ഇതുപോലെ ബീഹാറിൽ 10 സീറ്റുകൾ കർണാടകയിലേക്കും ബീഹാറിലേക്കും പോകുന്ന ഒന്നുകൂടെ ഈ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാക്കി തരാമോ? അതായത് ഈ പറയുന്ന തോതിൽ നമുക്ക് കർണാടകയിലേക്ക് പോകാൻ നമുക്ക് ഒടുവിലേക്ക് വരാം, ബീഹാറിലേക്ക്. ഞാൻ ഈ ചോദിക്കുന്നത്, ഈ ചെങ്ങന്നൂരിലെ ഈ വോട്ട് മാറ്റമുണ്ടല്ലോ, ഈ വോട്ട് മാറ്റം ഇത്തവണ തിരിച്ചിങ്ങോട്ട് വരും എന്ന് പ്രതീക്ഷയുണ്ടോ? അങ്ങനെ തിരിച്ചിങ്ങോട്ട് വരുന്ന പ്രതീക്ഷയ്ക്ക് കാരണമായിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ ആക്ഷേപിക്കുന്നു. സംശയം വേണ്ട, ഒരു സംശയം അല്ല, ഞാൻ തുറന്നു പറയാം, ഒരു സംശയം വേണ്ട.
CPM-ന്റെ വോട്ട് കുറയും, BJP-യുടെ വോട്ട് കുറയും, ജനാധിപത്യ മതേതര ശക്തികളുടെ വോട്ട് കോൺഗ്രസിന് കൂടാൻ പോകുന്ന ഒരു സന്ദർഭമാണിത്. വിജയകുമാറിനെ അത്തരത്തിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയായിട്ടാണ് ചെങ്ങന്നൂർക്കാർ കാണുന്നത്. ഇദ്ദേഹം വളരെ മോശപ്പെട്ട സ്ഥിതി എന്താ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തകനായി എത്രയോ വർഷക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു നേതാവിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നു. അദ്ദേഹം കോൺഗ്രസ് അല്ലാതെ മറ്റൊന്നുമില്ല. മാത്രമല്ല മതസൗഹാർദ്ദപരമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ തരികിട കാണിച്ച് കച്ചവട രാഷ്ട്രീയം നടത്തുന്ന ഒരാളല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി. മറിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ച് മറ്റു പല ആക്ഷേപങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഒരു കോൺഗ്രസ് പ്രത്യയശാസ്ത്രവുമായി, അല്ലെങ്കിൽ ഗാന്ധിയൻ സംസ്കാരവുമായി, മതേതരത്വ സംസ്കാരവുമായി മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെയാണ് ഞങ്ങൾക്കിവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. എന്നാൽ നമ്മുടെ മണ്ണിനെയും നമ്മുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കണം എന്ന് വാവിട്ട് നിലവിളിക്കുന്ന CPM അതിന് വിരുദ്ധമായ ഒരു സ്ഥാനാർത്ഥി നിലപാടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊക്കെ പറയേണ്ടി വന്നാൽ കൂടുതൽ പറയാം. പോർക്കളത്തിൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പറയേണ്ടതായി വരും. ഞാൻ വരാം താങ്കളിലേക്ക്. ആനത്തലവട്ട മാനന്ദൻ അദ്ദേഹം പറയുന്നത് പോലെ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇങ്ങനെ ശരിയല്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ ആക്ഷേപങ്ങൾ പോകുന്നത് ഗുണപരമായിട്ടുള്ള തന്നെയാണോ വരിക? അദ്ദേഹം ആയ കാലം തൊട്ട് കോൺഗ്രസ്സുകാരനാണ്. ശരിയാണ്, അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട ചില സംഘാടന പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം മതിപ്പുളവാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നു. ശരിയോ തെറ്റോ? പക്ഷേ മതപരമായിട്ട് അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സ്വാതന്ത്ര്യമുള്ള സംഗതിയാണ്. ആ പാർട്ടിക്കകത്തും അതിനകത്ത് വിലക്കില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം വിഭാഗീയതയായി മതവർഗീയപരമായിട്ട് ഈ കാര്യങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ മുന്നോട്ട് വെക്കുന്നത് CPM പോലൊരു പാർട്ടിക്ക്, പുറത്ത് അങ്ങനെയല്ലാത്ത മുഖം കാണിക്കുന്ന CPM പോലൊരു പാർട്ടിക്ക് ഭൂഷണമായിട്ടുള്ള കാര്യമാണോ? ശരിയായ രാഷ്ട്രീയമാണോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഈ മതപരമായിട്ട് വിഭജനമുണ്ടാക്കി വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് അവർ പറയുന്നത് ശരിയാണെന്ന് കരുതുകയില്ലേ നാട്ടുകാർ? ഞങ്ങൾ എന്ത് മതപരമായ വിവേചനമാണ് ഉണ്ടാക്കിയത്? ഞങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പാർട്ടിയല്ലല്ലോ, ഞങ്ങൾ ഏതെങ്കിലും ഒരു ജാതിയുടെ പാർട്ടിയല്ലല്ലോ, മനുഷ്യരുടെ പാർട്ടിയല്ലേ. ആരാണ് ഈ മതപരമായ ഈ വിശ്വാസം ഞങ്ങൾ മതേതരത്വം എന്ന് പറഞ്ഞു നടന്നിട്ട് മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് സഹായകരമായ നിലപാടെടുക്കുന്നത്? രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിന് മുൻഗാമിയായിരുന്ന നരസിംഹറാവു ഇന്ത്യ ഭരിച്ച അവസരത്തിലല്ലേ മതേതരത്വമായിരുന്നല്ലോ ഇവരുടെ എല്ലാം. അപ്പോഴല്ലേ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം നിഷ്ഠൂരമായി ഇടിച്ചു പൊളിച്ച് തകർത്തത് ഇവർ ഭരിക്കുന്ന അവസരത്തിലല്ലേ? അതിന് BJPക്ക് സൗകര്യം ഉണ്ടായിക്കൊടുത്തത്, RSSന് സൗകര്യം ഉണ്ടായിക്കൊടുത്ത് തടയാൻ അവരെ കൊണ്ട് സാധിച്ചോ? പ്രധാനമന്ത്രി കസേരയിരുന്ന് ഉറങ്ങുകയായിരുന്നില്ലേ? പള്ളിയുടെ മിനാരങ്ങൾ, ബാബർ മസ്ജിദിന്റെ മിനാരങ്ങൾ മുഴുവൻ താഴെ വീഴുന്നത് വരെ. എന്ത് മതേതരത്വമാണ്? ഇപ്പോൾ കർണാടകത്തിൽ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പള്ളി പൊളിക്കുകയും ആരാധനാലയം തകർക്കുകയും കന്യാസിമാരെ മാനഭംഗപ്പെടുത്തുകയും ഒക്കെ ചെയ്ത അവസരത്തിൽ കോൺഗ്രസ് അല്ലേ അവിടുത്തെ ഭരണം? അവിടുത്തെ ക്രിസ്ത്യാനികൾ, വിശ്വാസികളായ ക്രിസ്ത്യാനികൾ CPM-ന്റെ അദ്ദേഹത്തെ അങ്ങോട്ട് പോകാൻ അനുവദിച്ചിരുന്നില്ല. കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് പോരാം. ഞാൻ ചോദിക്കുന്നത് അവിടെ വിജയകുമാറിന് വോട്ട് ചെയ്യാൻ എല്ലാവർക്കും തോന്നുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ ഈ പറഞ്ഞ മതപരമായിട്ടുള്ള വിഭജനമാണ് അവർ ഏർപ്പെടുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയായ കാര്യമാണോ? അല്ല, ഞങ്ങൾ ആക്ഷേപിച്ചില്ല. അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നെങ്കിൽ ഇവിടെ ദേവസ്വം ബോർഡിന്റെ തെരഞ്ഞെടുപ്പല്ല, ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ലക്ഷക്കണക്കായ ആളുകൾ പാർക്കുന്ന ചെങ്ങന്നൂർ മണ്ഡലത്തില് ആ മണ്ഡലത്തിലെ വോട്ടർമാർ അവരുടെ ഭൗതിക ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ചെങ്ങന്നൂരിന്റെ വികസനത്തിനും മറ്റും വേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാനുള്ള ഒരു നയം നടപ്പാക്കുന്നതിന്റെ തെരഞ്ഞെടുപ്പാണ്. കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണാനുള്ള തെരഞ്ഞെടുപ്പാണ്. റബ്ബർ കൃഷിക്കാരന്റെ നടുവെല്ലാം ഒടിച്ചിരിക്കുന്ന ഇവരുടെ നയത്തിന്റെ ഫലമായി ആസിയൻ കരാർ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് അല്ലേ പോയി ഒപ്പിട്ടത്. അതിന്റെ ഫലമായിട്ടുള്ള റബ്ബർ ഇറക്കുമതി ചെയ്ത് കേരളത്തില് റബ്ബർ കൃഷിക്കാരന്റെ റബ്ബറിന്റെ വിലയില്ലാതാക്കിയത് ആ കോൺഗ്രസ് കൃഷിക്കാരുടെ പാർട്ടിയാണെന്ന് പറയാൻ സാധിക്കുമോ? ഞങ്ങളന്ന് ശക്തിയെ എതിർത്തതല്ലേ? പോയി ഒപ്പിടരുത്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ ഇറക്കുമതിയെയും ഡ്യൂട്ടി ഫ്രീ ആയി ഇറക്കുമതിയെയും കേരളത്തിലെ കൃഷിക്കാരന്റെ റബ്ബറിന്റെ വിലയില്ലാതാവും, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കേട്ടോ കോൺഗ്രസ്?
ഈ നയങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് ശരിയാണ്. അവിടെ ത്രികോണ മത്സരമാണ്, അവിടെ ത്രികോണ മത്സരമാണ് എന്ന് താങ്കളുടെ സ്ഥാനാർത്ഥി. ഞാൻ നേരത്തെ പറഞ്ഞതിനൊന്നും തന്നെ എന്റെ സ്നേഹിതൻ ഷുക്കൂർ പറയാതെ വേറെ ചാടി കളിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തി കൊടുക്കുന്ന BJPക്ക് സഹായകരമായി സ്ഥാനാർത്ഥിയെ നിർത്തൂ. BJP അതല്ലേ ഞാൻ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞ ഒരു അക്ഷരം മിണ്ടാനില്ലല്ലോ ഷുക്കൂറിന്. ഓരോ സ്ഥലത്തും BJP ജയിക്കുന്നിടത്ത് അതാണ് ത്രികോണ മത്സരമാണോ എന്ന ചോദ്യത്തിന് ത്രികോണ മത്സരമല്ല, അവിടെ UDFും LDFും തമ്മിലാണ് മത്സരം എന്നാണ് AK ആന്റണി അടക്കമുള്ള ആളുകൾ പറയുന്നത്. BJP ചിത്രത്തിലില്ല. പക്ഷേ അത് ഈ പറയുന്ന കാര്യം കൊണ്ടായിരിക്കുമോ? അതായത് BJPയുടെ വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽ തന്നെ നടത്തിയത് കൊണ്ട് BJP വോട്ടിനെ കാര്യമാക്കേണ്ടതില്ല, ആ സ്ഥാനാർത്ഥിയെ കാര്യമാക്കേണ്ടതില്ല എന്നൊരു തോന്നൽ UDFിനകത്തുണ്ടോ? അതുകൊണ്ടാണോ ഇത് ത്രികോണ മത്സരമല്ലാതെ മാറി നിൽക്കുന്നത്? അദ്ദേഹം പറയുന്നത് പോലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം BJP വോട്ട് ഇങ്ങോട്ട് വാങ്ങാം, അല്ലെങ്കിൽ ലഭിക്കാവുന്ന ഒരു ട്രാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന ആക്ഷേപത്തിൽ നിന്ന് ഊരുക എളുപ്പമാണോ? അല്ല, ഈ ആനത്തലവട്ടം ആനന്ദം പറയുന്നത് കേട്ടാൽ തോന്നും ഏതാണ്ട് കോൺഗ്രസ് ഏതാണ്ട് BJPയുടെയും RSSന്റെയും സഹായം തേടുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ ഒരേ വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ ഒരു കാരണവശാലും ആനത്തലവട്ടം ആനന്ദൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. അത് വേണ്ട. ഇവിടെ UDFും LDFും തമ്മിലുള്ള മത്സരമാണ്. ഇപ്പോൾ ഈ നേമത്ത് ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തി ഒരാൾ ജയിച്ചു വന്നുവെങ്കിൽ ശിവൻകുട്ടി കാണിച്ച അതിക്രമത്തിന് ജനങ്ങൾ കൊടുത്ത ശിക്ഷയാണ്. കേരള നിയമസഭയ്ക്കകത്ത് ശിവൻകുട്ടിയുടെ താണ്ഡവ നൃത്തം എന്തായിരുന്നു എന്ന് ജനങ്ങൾ കണ്ടതല്ലേ. അവിടെ ഗത്യന്തരമില്ലാതെ ശിവൻകുട്ടിയെ പരാജയപ്പെടുത്താൻ എല്ലാവരും ചേർന്ന് 3 സ്ഥാനാർത്ഥിക്കായി വോട്ട് ചെയ്തു. അവിടെ ശിവൻകുട്ടി തികഞ്ഞ പരാജയത്തിലേക്ക് പോയി. അത് ഒരു ശിക്ഷ കൊടുത്തതാണ്, ജനങ്ങൾ കൊടുത്ത ശിക്ഷയാണ്. അതിന് വേറൊരു തരത്തിലുള്ള ബന്ധം, അത്തരത്തിലുള്ള ഒരു മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഇത് അത്തരത്തിൽ അത് ഒരു നുണപ്രചരണം ആരംഭിക്കേണ്ട. പ്രിയപ്പെട്ട ആനത്തലവട്ടം ആനന്ദ ചേട്ടൻ്റെ എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ, അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ തനി രൂപം നമ്മളിപ്പോൾ കാണുകയാണ്. അതെന്താ? കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടല്ലേ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്? ഏതൊരു കാര്യത്തിലും നമ്മൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില പറഞ്ഞു. ഞങ്ങൾ പെട്രോളിന് നിയന്ത്രണാധികാരം കമ്പനിക്ക് വിട്ടുകൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അപ്പോഴും വില കൂടിയിരുന്ന ക്രൂഡ് ഓയിലിന് ഡോളർ കണക്കിന് വില കൂടുമ്പോഴും നിയന്ത്രിച്ച് അത് പെട്രോൾ വിൽക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ സ്ഥിതി അതാണോ? ക്രൂഡ് ഓയിലിന്റെ വിലക്ക് അതിൻ്റെ ശരിയായ തോതിലാണോ ഇപ്പോഴത്തെ വില? എത്ര രൂപയാണ് നികുതി സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വാങ്ങുന്നത്? 40 രൂപയോളം നികുതി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വാങ്ങിയെടുക്കും. അതൊക്കെ വസ്തുതകളാണല്ലോ ശ്രീ ആനന്ദൻ മാനന്ദ. ഈ അദ്ദേഹം അതിനിടക്ക് പറഞ്ഞു പോയ ആ കാര്യം പിണറായി വിജയന്റെ മറുപടി നൽകിയ ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? കോൺഗ്രസ് BJPക്കെതിരായിട്ടുള്ള പ്രതിഷേധം അതിശക്തമായിട്ട് മുന്നോട്ട് കേന്ദ്ര ഗവൺമെന്റ് കർണാടകയിലടക്കം ഈ പറയുന്ന കർണാടകയിലടക്കം രാഷ്ട്രീയ വിജയമുണ്ടാക്കുകയും ചെയ്തു. പക്ഷെ നിങ്ങളാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു അഭിനന്ദന വാക്ക് അല്ലെങ്കിൽ ഒരു പാതി ചിരി അഭിനന്ദനത്തിന്റെ പേരിൽ കിട്ടിയാൽ കോരിത്തെരിക്കുകയാണ് നിങ്ങൾ എന്നാണ് AK ആന്റണി പറഞ്ഞത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെയും BJP സർക്കാരിൻ്റെയും സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ആവർത്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്, സർക്കാരാണ് കേരളത്തിലേത്. എന്തിനാണ് നിങ്ങൾ ആ സർക്കാരിന് വോട്ട് ചെയ്യുന്നത് എന്നതാണ് ആന്റണി വന്ന് ചെങ്ങന്നൂരിൽ ചോദിക്കുന്നത്. അത് ഫലമുണ്ടാക്കുകയില്ലേ അവിടെ? ഇല്ല, ഞാൻ പറയട്ടെ, എൻ്റെ ഷുക്കൂർ ആളിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നേമം മണ്ഡലത്തിൽ ശിവൻകുട്ടിക്ക് 2011 കിട്ടിയതിനേക്കാൾ 10,000 വോട്ട് കൂടുതൽ കിട്ടിയെന്ന് ഓർമ്മ വേണം. ഞങ്ങളുടെ വോട്ട് കുറയല്ലേ ഇത്? നിങ്ങളുടെ 23,000 വോട്ട് 13,000 കുറയാണ്. ആ 10,000 വോട്ട് എങ്ങോട്ട് പോയെന്ന് പറയൂ. കോൺഗ്രസിന് നേമം മണ്ഡലത്തിൽ 13,000 വോട്ടേ ഉള്ള 13,000 വോട്ട് കണക്ക് വെച്ചിട്ട് പറയേ 13,000 വോട്ടേ ഉള്ള. ശിവൻകുട്ടിക്ക് അദ്ദേഹം ജയിച്ച തെരഞ്ഞെടുപ്പ് കിട്ടിയതിനേക്കാൾ എന്റെ ഷുക്കൂറെ ഞാൻ പറഞ്ഞിട്ട് പറയൂ, 2011 വോട്ട് കൂടുതൽ നേടിക്കൊണ്ടാണ് പരാജയപ്പെട്ട അവസരത്തിൽ ഫലം. നിങ്ങളുടെ വോട്ട് രാജഗോപാലിനെ ജയിപ്പിക്കുന്നതിന് നിങ്ങളുടെ വോട്ടാണ് സഹായിച്ചെന്ന്
ഏത് കണ്ണുകാഴ്ചയില്ലാത്തവനെ കാണാൻ സാധിക്കുന്നല്ലേ? നിങ്ങളുടെ വോട്ടാണ് പോയത്. അതല്ലല്ലോ സംസ്ഥാന ഗവൺമെന്റ് വരുമ്പോഴും ശിവൻകുട്ടി അവിടെ തോൽക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഭരണത്തിൽ വരുമ്പോഴും അവിടെ പരാജയപ്പെടുകയാണ്. അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ബി ജെ പിക്ക് അവിടെ വോട്ട് ചെയ്ത് BJP നിങ്ങൾ കൂടെ ചേർന്നതിന്റെ ഫലമായിട്ടല്ലേ പരാജയം വന്നത്? അല്ല ശ്രീ ഷുക്കൂർ, അവിടെ ഒരു പ്രശ്നമുണ്ട്. കർണാടകയിൽ പക്ഷേ രാഷ്ട്രീയ വിജയം തങ്ങൾക്കാണ് എന്നത് പറയാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതാണ് ശ്രീ ഷുക്കൂർ. 7 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് അധികമായിട്ടുണ്ടായിട്ടുണ്ട് കർണാടകയിൽ. എന്താണ് ആ പോയിന്റ് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. ശ്രീ ഷുക്കൂർ, കർണാടകയിൽ രാഷ്ട്രീയ വിജയം ഞങ്ങൾക്കാണെന്ന് പറയാൻ വേണ്ടി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് 7 ലക്ഷം വോട്ടിന്റെ വർധന. അതേ കാര്യമാണ് അദ്ദേഹം നിയമത്തെ കാര്യമായിട്ട് പറയുന്നത്. ഞാൻ ഈ കേരളത്തില് BJP കോൺഗ്രസ് ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജഗോപാൽ ജയിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വോട്ടാണ് പോയത്, ഞങ്ങളുടെ വോട്ട് പോയില്ല. ഞങ്ങൾക്ക് 10,000 വോട്ട് കൂടുതൽ കിട്ടി, നിങ്ങളുടെ വോട്ടാണ് കുറഞ്ഞു പോയത്. രാജഗോപാലിനെ ജയിപ്പിച്ചതിന്റെ പിന്നിൽ CPM-കാരുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണ്ണുള്ളവർക്ക് കാണാൻ കഴിയില്ല? വോട്ടിന്റെ കണക്ക് പോകേണ്ടതില്ല. വോട്ടിന്റെ കണക്ക് കണ്ണുള്ളവർക്കെല്ലാം കാണാൻ കഴിയുന്നല്ലേ? നിങ്ങള് അതുകൊണ്ട് ഈ BJP-യുമായിട്ട് സഖ്യവും BJP-യുടെ നയങ്ങളെ പിന്തുണയ്ക്കുന്നതും ജോലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആനത്തലവട്ടം ആനന്ദൻ ചേട്ടൻ ഒരു കാര്യം ഒന്ന് പറ, മറുപടി പറ. എന്റെ 1.5 വർഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ പോലും അപേക്ഷ സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകാത്തത്? ഒന്ന് KSRTC പെൻഷൻ വിഷയങ്ങളിലേക്കാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അവിടെ അതല്ലോ കേൾക്കുന്നത്. രണ്ടുപേരും BJP-യുടെ കാര്യം പറയുകയാണ്. ഞാൻ ഒരു നിമിഷം ഞാൻ തിരിച്ചു BJP-യുടെ കാര്യത്തിൽ ഞങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. ആനത്തലവട്ടൻ എത്ര ശ്രമിച്ചാലും ജനങ്ങൾ തിരിച്ചറിയും. അതാണ് അവിടെ ആനത്തലവട്ടത്തോട് ചോദ്യമുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന കാര്യം പറഞ്ഞേക്കാം എന്നൊരു കാര്യം കൊണ്ടല്ലേ നിങ്ങൾ BJP ബന്ധമെടുത്ത് മുന്നോട്ട് വെക്കുന്ന സംശയം അവിടെ ഉണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഞാൻ തിരിച്ചു വരാം. അത് BJP-യുടെ സർട്ടിഫിക്കറ്റാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഷുക്കൂർ താങ്കളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, BJP അവരുടെ വോട്ട് PS ശ്രീധരൻപിള്ളയിൽ പൂർണ്ണമായിട്ട് ക്യാൻവാസ് ചെയ്യുക, അവിടെ സമാഹരിക്കുക എന്നതാണ് നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യത്തെ ഉണ്ടാക്കുക. ഇപ്പോഴത്തെ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ BJP അവരുടെ വോട്ട് മുഴുവനായും ക്യാൻവാസ് ചെയ്യണം, അവർക്ക് തന്നെ രേഖപ്പെടുത്തപ്പെടണം. പക്ഷേ BJP-ക്കാർക്ക് കൂടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്യാവുന്ന പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയാണ് UDF-ൻ്റേത്. UDF-ൻ്റെ വോട്ട് ഈ പറയുന്ന പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻപിള്ളക്ക് കിട്ടിയ വോട്ടുകളടക്കം BJP-യിൽ നിന്ന് ഒരുപാട് നിഷ്പക്ഷരായ വോട്ടുകൾ ഇങ്ങോട്ട് വരാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് കോൺഗ്രസ്. ശരി തന്നെ. അപ്പോൾ ഈ ഒരു വിഭജനം BJP-യിലേക്ക് വോട്ടുകൾ പൂർണ്ണമായി വരണം എന്നൊരാഗ്രഹം നിങ്ങൾ പ്രകടിപ്പിക്കുകയും അത് നടക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ആ പരാജയം മണക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പാനിക്കായ ആകെപ്പാടെ അങ്ങ് പ്രശ്നത്തിലായിരിക്കുന്ന ഇടതുപക്ഷം വലിയ തോതിൽ കോൺഗ്രസിനെതിരായിട്ട് BJP ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത്. അതൊരു ബന്ധമൊന്നുമല്ല, സ്ഥാനാർത്ഥി സമ്മതനായതുകൊണ്ട് BJP-യുടെ വോട്ട് കൂടെ കിട്ടിയേക്കാം, ആരുടെ വോട്ടും വേണ്ട എന്ന് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസോ CPM-കാരോ പറയാറുമില്ല. അപ്പോൾ പിന്നെ ഇത് ആവർത്തിച്ചിങ്ങനെ ഒറ്റ പോയിന്റിൽ പിടിച്ച് അവരെ പിന്നാലെ നടക്കുന്നത് അധാർമികമായൊരു കാര്യമല്ലേ? ഞങ്ങൾ ആരുടെ പിന്നാലെ നടക്കുമെന്നാണ് പറയുന്നത്? ഞങ്ങളൊരു നിലപാടിൻ്റെ നേരവകാശികളാണ്. അത് ജനദ്രോഹ നിലപാടിനെതിരായി നിൽക്കുന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിക്കുന്ന നിലപാടാണുള്ളത്. ഇവിടെ എൻ്റെ സുഹൃത്ത് ഷുക്കൂർ പറയുകയുണ്ടായി, കർണാടകത്തിൽ ഞങ്ങൾ മോശം, മറ്റുള്ളിടത്തെല്ലാം ഞങ്ങൾ മോശം. ഞങ്ങളൊരു വലിയ പാർട്ടിയാണ്, ഇന്ത്യ ആകെ ഭരിക്കാൻ വേണ്ടി ജനിച്ച പാർട്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ജനങ്ങൾക്കെതിരായ ഭരണം നടത്തുന്ന ഭരണകൂടത്തിനെതിരായി പൊരുതുന്ന പാർട്ടിയാണ്, സമരം ചെയ്യുന്ന പാർട്ടിയാണ്, ജനങ്ങളോടൊപ്പം നിന്ന്. ചിലയിടത്ത് ഞങ്ങൾക്ക് ഭരിക്കാൻ സ്വാധീനം കിട്ടിയിട്ടുണ്ട്, അവിടെ ഞങ്ങൾ ഭരിക്കും. ഭരണമില്ലാത്തടത്തോ ഭരണവർഗത്തിന്റെ ദുർനയങ്ങൾക്ക് ജനദ്രോഹ നയങ്ങൾക്കെതിരായി പോരാടും. ആ നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്. BJP-യും കോൺഗ്രസും എടുക്കുന്ന നിലപാടുകളുണ്ട്. നിങ്ങൾ ഭരിക്കാൻ വേണ്ടി ജനിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യ ആസേത് ഹിമാചലും എല്ലാ സംസ്ഥാനവും ഭരിച്ച പാർട്ടിയാണ്. ഇന്ത്യ രാജ്യത്ത് 444 പാർലമെന്റ് സീറ്റ് വാങ്ങി ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരിച്ച പാർട്ടിയാണ്. പഞ്ചായത്തെല്ലാം ഭരിച്ച പാർട്ടിയാണ്. ഇപ്പം എവിടെ കിടക്കുന്നത് നിങ്ങൾ? കോൺഗ്രസ് എവിടെയാ ഉള്ളത്? ഇന്ത്യയിലെ എത്ര സംസ്ഥാനത്താണ് ഉള്ളത്? ഇപ്പോൾ 2 സംസ്ഥാനം ഭരിക്കാനുള്ള പാർട്ടി ഇതല്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജനദ്രോഹ നയങ്ങളുടെ ഫലമായിട്ടാണ്. ആ ജനദ്രോഹ നയങ്ങൾക്കെതിരായി പൊരുതുന്ന ഒരു പ്രസ്ഥാനമാണ് ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ.
നിങ്ങളുടെ കോൺഗ്രസിന്റെയും BJP-യുടെയും നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. നിങ്ങൾ കൂടെ സന്ധി ചെയ്യും. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും വർഗ താല്പര്യം ഒന്നാണ്, കോർപ്പറേറ്റുകളെ സഹായിക്കലാണ്. സുക്കൂർ ഇവിടെ പറയുകയുണ്ടായി, സുക്കൂറും അതുപോലെ ആന്റണിയും പറയുകയുണ്ടായി നരേന്ദ്രമോദിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്. നരേന്ദ്രമോദി ഈ കേരള സംസ്ഥാനത്തും ഇന്ത്യ രാജ്യത്തുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വെച്ചു തളയ്ക്കുന്നു. അതിനെതിരായ പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. സർ പിണറായി വിജയൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, പിറവത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഇതെല്ലാം വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ അത് വാങ്ങാൻ വരുന്നവൻ ഇതിനകത്ത് കയറാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് കേരള സംസ്ഥാനം അതിനെതിരായി ചേർത്ത് വയ്ക്കുന്ന ഒരു പാർട്ടിയാണ്. അത് പിണറായി വിജയന്റെ പാർട്ടിയാണ്. അല്ലാതെ നരേന്ദ്രമോദിയും BJP-യും പറയുന്നതിന് ഒത്തുതുള്ളുന്ന പാർട്ടിയല്ല ഈ പാർട്ടി. അത് കണ്ണുള്ളവർക്കെല്ലാം കാണാൻ കഴിയും, കാതുള്ളവർക്കെല്ലാം അതിന്റെ ശബ്ദം, ഇടതുപക്ഷ മുന്നണിയുടെ ശബ്ദവും CPM-ന്റെ ശബ്ദവും കേൾക്കാൻ കഴിയും. കാതും കണ്ണും നഷ്ടപ്പെട്ടവർക്ക് ഞങ്ങൾ BJP-യുടെ കൂടെ അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നടക്കുന്നവരാണെന്ന് തോന്നാം. ശ്രീ ആന്റണി ആയാലും ഷുക്കൂർ ആയാലും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും എടുക്കുന്ന നിലപാടുകൾ ഓരോ പ്രശ്നത്തിലുമുണ്ട്. ആ പ്രശ്നത്തിലെ നിലപാട് സാധാരണ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് വീഴുക എന്നാണ് പുറത്തേക്ക് പറയുന്നതെങ്കിലും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കൂടെ ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നിങ്ങളുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നതാണ് ചെങ്ങന്നൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിട്ട് ഈ ദിവസങ്ങളിൽ കാണുന്നത്. കോൺഗ്രസും CPM-ഉം അക്കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 36,620 വോട്ടുകൾ ശ്രീധരൻപിള്ളയ്ക്ക് കഴിഞ്ഞ തവണ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ കിട്ടിയിരുന്നു. ആ വോട്ട് കോൺഗ്രസിലേക്ക് പോയി കളയും, അപ്പോൾ കോൺഗ്രസിന് വിജയമുണ്ടാകും, ആ വോട്ടും അതിൽ കൂടുതലും എന്ന് CPM ഭയപ്പെടുന്നതായി കാണുന്നു. എന്നാൽ ഈ വോട്ടുകളെ ഉദ്ദേശിച്ചുള്ള CPM-ആണ് BJP-യുമായിട്ട് സഖ്യമുണ്ടാക്കിയത് എന്ന തരത്തിലുള്ള പ്രചാരണം മറ്റവരും നടത്തുന്നു. യഥാർത്ഥത്തിൽ BJP ഈ പറയുന്ന കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളടക്കം കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇവിടെ ഏത് കോൺഗ്രസിനെയാണ് ബഹുമാനപ്പെട്ട അണത്തലവട്ടം ആനന്ദൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തിനോടുള്ള എല്ലാ ഇതും മുൻനിർത്തിയിട്ട്, അതായത് ഒരു പരിണിതപ്രജ്ഞ രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ചർച്ച കേട്ടാൽ ചിരിച്ചു പോകും. ഇന്നലെ രാഹുൽ ഗാന്ധിയും ഈ അണത്തലവട്ടം ആനന്ദന്റെ പാർട്ടിയുടെ നേതാവ് സീതാറാം യെച്ചൂരിയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പടം അത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്, ചെങ്ങന്നൂരിലെ ജനങ്ങൾ കണ്ടതാണ്. അപ്പൊ ദൃശ്യമാധ്യമങ്ങളിലൂടെ രാജ്യത്ത് നടക്കുന്ന കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവിശുദ്ധ ബാന്ധവം അത് നടന്നു കഴിഞ്ഞു. ആ നടന്ന ബാന്ധവത്തെ ചെങ്ങന്നൂരിലെ ബുദ്ധിയുള്ള വിവേകമുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്ന് മറച്ചു വെക്കാമെന്നുള്ള ധാരണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി വേണ്ട. ഇവിടെ രണ്ട് പാർട്ടികൾക്കേ പ്രസക്തിയുള്ളൂ. ഒന്ന്, ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനമായിട്ടുള്ള BJP ഘടക കക്ഷി ഒരു ഭാഗത്ത്, അത് ശ്രീധരൻപിള്ളയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. മറുഭാഗത്ത് രാഹുൽ ഗാന്ധി പ്ലസ് സീതാറാം യെച്ചൂരി സമം ഇവിടത്തെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ. ഇത് ചെങ്ങന്നൂരിലെ ജനങ്ങൾക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുകയല്ല. 5% നിന്ന് 30% വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻപിള്ള സാറിന് കിട്ടിയപ്പോ ഞങ്ങൾ 42,000-ലധികം വരുന്ന വോട്ടുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ 30% നിന്നാണ് ഞങ്ങളുടെ കളി ഇത്തവണ. അത് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും ഭാരതീയ ജനതാ പാർട്ടി ചെങ്ങന്നൂരിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ LDF-ന്റെ സ്ഥാനാർത്ഥിയുടെ താല്പര്യപ്രകാരമാണ് ദുർബലനായിട്ടുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായിട്ട് താല്പര്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ശ്രീമാൻ വിജയകുമാറിനെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ താങ്കളിലേക്ക്. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ അങ്ങനെയുമുണ്ട്, അവരത് പറയുമ്പോൾ ശരിയാണല്ലോ എന്ന് ചെങ്ങന്നൂരിലെ വോട്ടർമാർ തോന്നും. എന്തുകൊണ്ടെന്നാൽ ഈ കഴിഞ്ഞ കർണാടക സത്യപ്രതിജ്ഞയുടെ അന്നാണല്ലോ എല്ലാവരും പോയി കെട്ടിപ്പിടിച്ച് തിരിച്ചു വന്നത്. നിങ്ങളെല്ലാവരും ഒന്നിച്ചാണ്, നിങ്ങൾ ഒന്നിച്ചാണ് എന്ന് നാട്ടുകാർക്ക് സമീപ ദിവസങ്ങളിൽ തന്നെ തെളിവുണ്ടായിരിക്കെ എല്ലാവർക്കും ഒപ്പം സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയുടെ കൈപൊക്കി ഉയർത്തി നിൽക്കുന്ന ആ വേദിയിലെ ചിത്രം എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കെ ആ ഓർമ്മയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് പരസ്പരം തല്ലുപിടിക്കുന്നതായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ തോന്നിക്കുകയാണ്. അതാണ് AK ആന്റണിയും ചെയ്യുന്നത്, കോടിയേരിയും പിണറായിയും വേറെ വഴിക്കും ചെയ്യുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലാണ് ആന്തരികമായുള്ള സൗഹൃദമുള്ളത് എന്നാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. സനീഷേ, വരാൻ പോണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമാണ് ശോഭാ സുരേന്ദ്രന്റെ പാർട്ടി BJP-ക്കെതിരായി NDA-ക്കെതിരായി ശക്തിയായ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനം ബദൽ ഉയർത്തിക്കൊണ്ടേ വരും. അത് ഇന്ത്യക്ക് ഇന്ന് ആവശ്യമാണ്. രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ആ നടക്കുന്നത് അവസാനിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ നോക്കുക. ആ അവസരത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ BJP ഇവിടെ ഒരു പ്രശ്നമല്ല, ഇവിടെ കോൺഗ്രസും CPM-ഉം തമ്മിലാണ് തർക്കം പോരാടാൻ പോണത്.
അത് അക്കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അകത്തും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് BJP നടത്തുന്ന അവിടെ കേന്ദ്രത്തിൽ നടപ്പാക്കി വരുന്ന നയങ്ങളൊക്കെ നടപ്പാക്കാൻ കച്ചകെട്ടി നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് അധികാരത്തിൽ അത് പക്ഷേ ശ്രീ ആനന്ദവട്ടമാനൻ അത് പഴയ മട്ടിൽ അങ്ങനെ അങ്ങ് നിൽക്കുകയല്ല എന്നല്ലേ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അവിടെ ഇപ്പോൾ BJP കേരളത്തിൽ ഒരു MLA ആണെങ്കിൽ ഒരു MLA ഉള്ളൊരു പാർട്ടിയാണ് എന്ന് മാത്രമല്ല ചെങ്ങന്നൂർ പോലൊരിടത്ത് വലിയ മുന്നേറ്റം വോട്ട് ശതമാനത്തിൽ ഉണ്ടാക്കിയ പാർട്ടിയുമാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ പഴയ മട്ടിലുള്ള കോൺഗ്രസ് UDF LDF തമ്മിലുള്ള തർക്കം മാത്രമായുള്ളൊരു ഒരു മത്സരമാണോ നടക്കുന്നത്? താങ്കളുടെ സ്ഥാനാർത്ഥി തന്നെയും പറയുന്നത് ത്രികോണ മത്സരമുണ്ട് എന്നാണ്. അല്ല, ശോഭാ സുരേന്ദ്രൻ നല്ല സ്വപ്നമാണ് കാണുന്നത്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP ജയിക്കും. സ്വപ്നം കാണാൻ വല്ല നിയന്ത്രണമുള്ള ചക്രവർത്തിയായിട്ട് സ്വപ്നം കാണാം, പക്ഷെ യാഥാർത്ഥ്യമാകണ്ടേ? ഏത് മാനദണ്ഡമാണ് ഉള്ളത് BJPക്ക് ഇവിടെ ജയിച്ചു വരാൻ, ഭൂരിപക്ഷം കിട്ടാൻ? കഴിഞ്ഞ തവണ 40,000 വോട്ട് കിട്ടിയെങ്കിൽ അത് BDJSന്റെ വോട്ട് കിട്ടിയതിന്റെ ഫലമായിട്ടാണ്. അതിനു മുമ്പ് 6,000 വോട്ടാണ് കിട്ടിയിരുന്നത്. ആ BDJS ഇപ്പൊ നിങ്ങളോടൊപ്പം ഇല്ല, നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഇന്ന് BJPയുടെ ഇന്ത്യ രാജ്യത്ത് അവരുടെ ഭരണം കണ്ടിട്ട് ഇവിടുത്തെ BJPക്ക് വോട്ട് ചെയ്യുമോ? ആരെങ്കിലും ഏതെങ്കിലും ഒരാളിന് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടില്ല എന്നുള്ളത് ഉറപ്പ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമല്ലോ. BJP അവിടെ ജയിക്കാൻ പാടില്ല. BJPക്ക് മുന്നിൽ കാണുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ത്രിപുര കഴിഞ്ഞാൽ അവർ അടുത്ത് കേരളം പിടിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നതുകൊണ്ട് ഈ വീരവാദമൊക്കെ മുഴക്കേണ്ടി വരും. അതൊരു വീരവാദം മാത്രമാണോ എന്ന് തോന്നില്ലേ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? അവിടെ BDJSന്റെ വോട്ട് നിങ്ങൾക്കൊപ്പം ഇല്ല എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ പറയുന്ന LDFന് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ആ ഭാഗത്ത് നിന്ന് വന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഉള്ള സമയമാണ്. പൊതുവിൽ തന്നെ നിങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ആക്ഷേപങ്ങൾ കർണാടകയിലടക്കം ഇവർ ഒന്നിച്ചുയർത്തുകയും ചെയ്തതാണ്. ഇവിടെ ഈ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ട് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സഖാക്കളുടെ മുന്നിൽ ഇന്ന് അവർ കാണുന്ന ചിത്രം ഈ രാജ്യത്തെ തകർത്ത, ഈ രാജ്യത്തെ അഴിമതിയിലൂടെ മുച്ചൂടും മുടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമായി സഹവർത്തിത്വവും ദേശീയ തലത്തിൽ ബാന്ധവും സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് CPIM മാറിക്കഴിഞ്ഞു എന്നുള്ള രാഷ്ട്രീയ ചിത്രം കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള ചെങ്ങന്നൂരിലെ സഖാക്കൾ കോൺഗ്രസിനെതിരായിട്ട് അവരുടെ വോട്ടവകാശത്തെ രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമം അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാവുമെന്നുള്ളത് ബഹുമാനപ്പെട്ട ആനന്ദന്റെ പാർട്ടിക്ക് വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ ഒറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ഈ ചെങ്ങന്നൂരിൽ ഇവർ തമ്മിൽ സഖ്യമുണ്ട് എന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയാ സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്യാറ്? ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ സെലക്ട് ചെയ്യും ആണല്ലോ. ആനന്ദന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഏകകണ്ഠമായി വളരെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഈ ബൈ ഇലക്ഷനിൽ നിർത്താതിരുന്നത് എന്തേ? അദ്ദേഹം വളരെ കഴിവും പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിയാണ്, UDFന്റെ സ്ഥാനാർത്ഥി എന്നാണ് അവരുടെ അവകാശവാദം. എന്ന് മാത്രമല്ല, അദ്ദേഹം നിങ്ങളടക്കം അവിടെ ഉന്നയിക്കുന്ന, രാജ്യത്തെമ്പാടും താങ്കളുടെ പാർട്ടി ഉന്നയിക്കുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പോലുള്ള സംഗതിക്ക് ഏറ്റവും ഫിറ്റായ ഒരാളാണ്. അദ്ദേഹം വളരെ വിശ്വാസിയായിട്ടുള്ള ആളാണ്. വിശ്വാസികൾക്കിടയിൽ വലിയ ആദരവ് ലഭിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരികയാണ് ചെയ്യുക എന്നതാണ്. PS ശ്രീധരൻപിള്ളയേക്കാൾ കൂടുതൽ വിശ്വാസികളായിട്ടുള്ള, ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വോട്ട് അങ്ങോട്ട് വീഴുമെന്നാണ് CPMകാർ പറഞ്ഞു നടക്കുന്നത്. കഴിഞ്ഞ 5 തവണ സ്വന്തം പാർട്ടി ചിഹ്നമായ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാതെ കോൺഗ്രസിൽ ഏതൊരു സ്ഥാനാർത്ഥി ചെങ്ങന്നൂരിൽ അസംബ്ലി കാൻഡിഡേറ്റ് ആവട്ടെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ തകർക്കാൻ, വിജയിക്കാതിരിക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി അവിശുദ്ധ ബാന്ധവമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീമാൻ വിജയകുമാർ എന്നുള്ളത് പറഞ്ഞത് BJPയുടെ നേതൃത്വമല്ല. അത് ചെങ്ങന്നൂരിൽ കൃത്യമായി കോൺഗ്രസിലെ തന്നെ നേതാവ് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഞാനും നിങ്ങളും കേട്ടതാണ്. കള്ളം വിളിച്ചു പറയണ്ട ശോഭാ സുരേന്ദ്രൻ നുണപ്രചരണം അങ്ങനെ ആരാണ് എന്താണ് എന്ന് ചെങ്ങന്നൂറുകാർക്ക് അറിയാം. ശോഭാ സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും വേണ്ട. ഈ നാട്ടിലെ ചെങ്ങന്നൂറുകാർക്ക് അഡ്വക്കേറ്റ് D. വിജയകുമാർ എന്താണെന്നറിയാം.
അതുപോലെ തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ സ്ഥിതി. അദ്ദേഹത്തെയും ഈ നാട്ടുകാർക്ക് എങ്ങനെയുള്ളവനാണെന്ന് അറിയാം. അതുകൊണ്ടാണല്ലോ സംബന്ധമായ വിവരങ്ങൾ വിളിച്ചു വെച്ചത്. അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കാലുമാറി തെന്നിപ്പോയ ആളല്ല. ഒരിക്കലും കോൺഗ്രസ് സംസ്കാരത്തിന് വിരുദ്ധമായി ഒരു കാര്യത്തിനും പോകാത്ത വിനയാന്വിതനായ ലളിത ജീവിതത്തിൻ്റെ ഉടമയായ സാധാരണക്കാരനായ അഭിഭാഷകനാണ്. സമ്പന്നന്മാരുടെ മാത്രം കേസ് പിടിക്കുന്ന അഭിഭാഷകനല്ല, പാവപ്പെട്ടവന്റെ കേസ് മാത്രം പിടിക്കുന്ന അഭിഭാഷകനാണ്. കൊള്ളക്കച്ചവടക്കാരുടെയും സ്വർണ്ണവേട്ടക്കാരുടെയും കേസൊന്നും വിജയകുമാറിനെ തേടി വരാറില്ല. അബ്കാരി കേസുകളും വരാറില്ല. അതെല്ലാം CPM-ന്റെയും BJP-യുടെയും ഓഫീസുകളിലേക്കാണ് പോകുന്നത്. കാരണം ഭരണത്തിലിരിക്കുമ്പോഴും വിജയകുമാർ എന്ത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, അതായത് ആലപ്പുഴ ജില്ലക്കാർക്ക്, വിശിഷ്യ ചെങ്ങന്നൂർക്കാർക്ക് അറിയാം. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ട, ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോരടിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിശക്തമായി വാദപ്രതിവാദങ്ങൾ ഏർപ്പെടുന്ന രണ്ട് പാർട്ടികളാണ്. പരസ്പരം ആന്തരികമായുള്ള സൗഹൃദം ഉണ്ടാക്കിയിരിക്കുന്നു, കള്ളക്കളി കളിക്കുന്നു, അവർ തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്നൊക്കെ CPM ആക്ഷേപിക്കുന്നത്. അവർ തമ്മിൽ അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് അവിടെ. അല്ല, CPM-ന്റെ ആക്ഷേപത്തിന് ഞാൻ താങ്കളോടായിരുന്നില്ല ആ ചോദ്യം ഉന്നയിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, എന്റെ ചോദ്യം താങ്കളോടായിരുന്നു. അതാ നോക്കൂ, അവർ തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരെ കുറിച്ചാണ് രഹസ്യധാരണയുണ്ടെന്ന് താങ്കൾ ആക്ഷേപിക്കുന്നത്, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അവര് തമ്മിൽ ചക്കളത്തിൽ പോരാട്ടം നടത്തും. അവര് തമ്മിൽ രഹസ്യധാരണ ഇല്ലെങ്കിൽ സജി ചെറിയാൻ വമ്പിച്ച രഹസ്യധാരണ ഉണ്ടാക്കിയാൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ BJP-യുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾ കണ്ട് മനസ്സിലാക്കിയ അനുഭവിച്ചു വരുന്ന ജനങ്ങൾ, എന്റെ സഹോദരി ശോഭാ സുരേന്ദ്രൻ BJP-ക്ക് ഇപ്പോൾ വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞ കാര്യം നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുമോ? നിങ്ങളെങ്കിലും ഓർക്കുമോ? 40 രൂപയ്ക്ക് ഞാൻ പെട്രോൾ വിൽക്കുമെന്ന് പറഞ്ഞു. 62 രൂപ ഇപ്പൊ എത്രയ്ക്കാ വിൽക്കുക? 81 രൂപയ്ക്ക്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന ശോഭാ സുരേന്ദ്രൻ, ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. അത്രക്ക് പ്രധാനപ്പെട്ട വിജയമുണ്ടാക്കും ചെങ്ങന്നൂരിൽ എന്നാണെങ്കിൽ കേരളം വളരെ പ്രധാനപ്പെട്ട ഇടമാണല്ലോ. മറ്റെല്ലാ ഇടങ്ങളിലും BJP എത്തിക്കഴിഞ്ഞു. കർണാടകയിൽ ഈ പറയുന്ന ഭരണം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും മുന്നേറ്റം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പറയുന്ന കേരളം ഒരു ബാലികേറ മലയായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. താങ്കൾ പറയുന്നത് വെച്ചാണെങ്കിൽ കോൺഗ്രസും CPM-ഉം തമ്മിലൊക്കെ രഹസ്യധാരണയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്തുകൊണ്ടാണ് അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങോട്ട് വരാഞ്ഞത്? അതൊരു ചോദ്യം ബാക്കിയാവുകയില്ലേ? എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാതിരുന്നതെന്ന ചോദ്യം ബാക്കിയാവില്ല? പോട്ടെ, പ്രധാനമന്ത്രിക്ക് പണിയുണ്ടാകും, കൂടുതൽ അധ്വാനിക്കേണ്ടതായ കാര്യങ്ങളുണ്ടാകും, അത് ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ്. പക്ഷെ അമിത്ഷാ വന്നില്ലല്ലോ. അമിത്ഷാ വരാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് ഈ പറയുന്നത്രക്ക് ശ്രദ്ധ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. എന്താണ് ഈ പറയുന്ന ആർക്കോ വേണ്ടി തോറ്റുകൊടുക്കാൻ തീരുമാനിച്ച മത്സരമാണ് ഈ നടക്കുന്നത് എന്ന ആക്ഷേപം ശരിയാണല്ലോ എന്ന് തോന്നും. അല്ല, നിങ്ങൾ അവതാരകന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവസാനം ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കൂടെ ചേരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനെയൊക്കെ ബാലിശമായി തള്ളിക്കളയാ. കാരണം ഇന്ന് ഇവിടെ വന്നത് ത്രിപുരയുടെ മുഖ്യമന്ത്രിയാ. എന്തുകൊണ്ടാണ് ഞങ്ങൾ ത്രിപുരയുടെ മുഖ്യമന്ത്രിയെ ഈ കൊട്ടിക്കലാശത്തിന് തൊട്ടു മുൻപ് കൊണ്ടുവന്നത് എന്നറിയുമോ? ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് അതൊരു ദിശാസൂചികയാണ്. ത്രിപുരയിൽ 1.5% വോട്ടിൽ നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ സാധിച്ച ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തോട്, ചെങ്ങന്നൂരിലെ ജനങ്ങളോട് ആ മുഖ്യമന്ത്രിയെ സംസാരിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനമെടുത്തത്. അത് നോക്കിക്കോളൂ, ചെങ്ങന്നൂരിൽ പലരുടെയും, അതായത് പല ചാനലിന്റെയും ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും നിൽക്കുന്ന സമയത്ത് സത്യസന്ധമായും സുതാര്യമായും 3 മുന്നണികളെയും വിലയിരുത്താതെ ചില പ്രത്യേക നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ പോലും കൃത്യമായിട്ട് ഒരു ലക്ഷ്മണ രേഖ സൃഷ്ടിച്ചുകൊണ്ട് വാർത്തകൾ ചമയ്ക്കുന്നവർക്ക് വരെ അടുത്ത ദിവസം വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും BJP-യുടെ മുന്നേറ്റം. പിന്നെ BD ജയസിൻ വോട്ടിനെ കുറിച്ച് ആനന്ദവട്ടം ആനന്ദൻ പറഞ്ഞു. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ BJP-യുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ കണ്ടതിന് ശേഷം 300ഓളം വരുന്ന കേസുകൾ അദ്ദേഹത്തിന്റെ തലക്കിട്ടുകൊടുത്തത് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റാണ്.
അതാരും മറന്നിട്ടില്ല. അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അദ്ദേഹത്തെ കൊള്ളക്കാരനും കള്ളനുമാക്കി മാറ്റി കൊലപാതകമാക്കി മാറ്റി ചിത്രീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവർക്കാണോ BDJS-ന്റെയും SNDP-യുടെയും പ്രവർത്തകർ വോട്ട് ചെയ്യേണ്ടത്? അങ്ങനെ ആയിരിക്കുമോ? ശ്രീ ആനന്ദവട്ടമാനന്ദൻ BDJS-ന്റെ വോട്ടൊക്കെ ഇങ്ങോട്ട് തന്നെ വന്നുകൊള്ളും എന്ന വിശ്വാസമുണ്ട്. ഒപ്പം അമിത്ഷാ ഒന്നും വേണ്ട, ഈ പറയുന്ന ത്രിപുരയിൽ നിന്നൊരാൾ വന്നിട്ടുണ്ട്, ത്രിപുരയിലെ മുഖ്യമന്ത്രി. അദ്ദേഹം ത്രിപുര ആരായിരുന്നു എന്ന് കേരളത്തിലെ ആളുകൾക്ക്, CPM വോട്ടർമാർക്ക് അങ്ങേയറ്റം ത്രിപുര എന്തായിരുന്നു എന്നറിയാമല്ലോ. ത്രിപുരയിലെ മുഖ്യമന്ത്രി വന്ന് നിൽക്കുമ്പോൾ അവർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഏറ്റവും കൃത്യമായിട്ടുള്ള ആളെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറക്കിയിരിക്കുന്നത്. അമിത്ഷാ ഒന്നും വരേണ്ട കാര്യമില്ല. BJPക്ക് വിജയത്തിൽ കുറഞ്ഞൊരു കാര്യം അവിടെ ആലോചിക്കുന്നേയില്ല BJP. അല്ല, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആ ത്രിപുര ഓർമ്മിപ്പിച്ചത് നന്നായി. ത്രിപുരയിൽ 1.83% നിന്ന് അവരിപ്പോൾ അധികാരത്തിലേറുന്ന വിധത്തിൽ വളർന്നു എന്നാണല്ലോ ശ്രീമതി ശോഭ പറഞ്ഞത്. ശരിയാണ്. അവിടെ അപ്പം ആരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്? 36% വോട്ടുണ്ടായിരുന്ന എൻ്റെ സ്നേഹിതൻ ഷുക്കൂറിൻ്റെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, അതിപ്പോൾ 1.3% താഴ്ന്നു. ഞങ്ങളുടെ വോട്ട്, CPM-ന്റെ വോട്ട് ഇപ്പോഴും 1% മാത്രമേ താഴ്ന്നുള്ളൂ. അല്ല, ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ BJP-യുടെ മൈസ്ക്വാഡ് നടന്ന് വിളിക്കുന്നുണ്ട്. രണ്ട് മുന്നണി കൂടെ ഭരിച്ച് കേരളത്തെ തകരാറിലാക്കി. ഒരവസരം ഞങ്ങൾക്ക് തരൂ. ഒരവസരം നരേന്ദ്രമോദിക്ക് കൊടുത്തതിന്റെ ഫലം ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്നു. ത്രിപുരയിൽ ഒരു അവസരം കൊടുത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ ഇടയിൽ കയറി പറയാതെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു സാമാന്യ മര്യാദ നമുക്ക് തമ്മിൽ കാണിക്കണ്ടേ? ഒരാൾ സംസാരിക്കുമ്പോൾ കയറി ഇടപെടാതിരിക്കണ്ടേ? ഈ ത്രിപുരയിൽ ഇവർ BJP വന്നു. എന്തൊക്കെ അവിടെ വരുന്നതിന്റെ ഫലം ത്രിപുരയിലെ ജനങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. 10 നാണൂരെണ്ണം ആശുപത്രിയിലാണ്. 100 ആളുകളൊക്കെ നാട് വിട്ടു പോകേണ്ടി വന്നിരിക്കുന്നു. അപ്പൊ BJP അധികാരത്തിൽ വന്നാൽ BJP അധികാരത്തിൽ വന്നതിന്റെ ഫലം ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നു. ആ വിഷയങ്ങളിലേക്ക് പോയാൽ സമയമില്ല നമുക്ക്. അതുകൊണ്ട് ഇതാണ് ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. BJP അവരുടെ വോട്ട് നിശ്ചയമായിട്ടും ക്യാൻവാസ് ചെയ്യുക തന്നെ ചെയ്യും. BJPക്ക് അവർക്ക് കിട്ടാവുന്ന വോട്ടുകളെല്ലാം BJP കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊരു ത്രികോണ മത്സരം, ശക്തമായ ത്രികോണ മത്സരം ആവുകയാണെങ്കിൽ ക്ഷീണമുണ്ടാവുക കോൺഗ്രസിനാണ് എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകളൊക്കെ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഉണ്ടാകുമോ ശ്രീ ഷുക്കൂർ? ഒരിക്കലും സംഭവിക്കാൻ പോണില്ല. യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു കഴിഞ്ഞു ജനങ്ങൾ. അതായത് കഴിഞ്ഞ 4 വർഷക്കാലത്തെ കിരാത ഭരണം, ജനാധിപത്യ വിരുദ്ധ ഭരണം, ഫാസിസ്റ്റ് ഭരണം, അക്രമ ഭരണം, കൊലപാതക ഭരണം, ശ്രീപീഡന ഭരണം, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഭരണം, അതാണ് 4 വർഷക്കാലത്തെ സാമ്പത്തിക രംഗത്ത് പതനമുണ്ടായ ഈ രാജ്യത്തിന്റെ സമ്പത്ത് തകർത്ത് തരിപ്പണമാക്കിയ സജനപക്ഷപാതത്തിന്റെ ഭാഗത്ത് നരേന്ദ്രമോദിയുടെ ഭരണം. ഇപ്പുറത്തെ 2 വർഷക്കാലത്തെ പിണറായി വിജയന്റെ അക്രമ ഭരണം, അക്രമ രാഷ്ട്രീയത്തിന് അത്തരം രാഷ്ട്രീയ വിഷയങ്ങളൊക്കെയാണ് അവിടെ ചർച്ചയ്ക്ക് വിജയത്തിന് കാരണമാവുക. BJPയും കോൺഗ്രസും CPM-ഉം LDF-ഉം വലിയ തോതിൽ അവരുടെ പ്രചാരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും BJPയുടെ വോട്ട് ഏത് നിലയ്ക്ക് എങ്ങോട്ടേക്ക് പോകും, അവർ പൂർണ്ണമായി വോട്ട് സമാഹരിക്കുമോ, ആ വോട്ട് എങ്ങോട്ടെങ്കിലും പോകുമോ, അവരിലേക്ക് വന്നിരുന്ന വോട്ട് തിരിച്ചെങ്ങോട്ടെങ്കിലും പോകുമോ എന്നൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. ആ വോട്ട് വിജയം തീരുമാനിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എല്ലാവരും പരസ്പര ആരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ ആനന്ദവട്ടമാനന്ദൻ, ശ്രീ A. ഷുക്കൂർ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ചെങ്ങന്നൂരിൽ വിജയം തീരുമാനിക്കുക BJPയോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. BJP ആണ് എന്ന മറുപടി 16% പേർ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിനനുകൂലമായ മറുപടി 16% പേർ മാത്രമേ നൽകിയിട്ടുള്ളൂ. 84% പേർക്ക്, ഞങ്ങളോട് പ്രതികരിച്ച 84% പേർക്കും ചെങ്ങന്നൂരിൽ വിജയം തീരുമാനിക്കുക BJP അല്ല എന്ന നിലപാടാണുള്ളത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.